കർഷക മാർച്ച് തടയാൻ കടുത്ത നടപടികളുമായി ഹരിയാന പോലീസ്. ഇന്നു മുതൽ 17-ാം തീയതി അർദ്ധരാത്രി വരെ അംബാലയിൽ ഇന്റർനെറ്റ് സേവനങ്ങൾ റദ്ദാക്കി. ഡൽഹിയിലേക്കുള്ള കർഷക മാർച്ചിന്റെ ഭാഗമായാണ് നടപടി. ബി ബാലഗോപാൽ വിശദാംശങ്ങളുമായി ചേരുന്നു. ബാലുചേട്ടാ, ഗുഡ് മോർണിംഗ്. ഈ കർഷക മാർച്ച് ഇത്രയധികം അടിച്ചമർത്തപ്പെടുകയാണ് വീണ്ടും. ഈ ഇന്റർനെറ്റ് സേവനമടക്കം റദ്ദാക്കിയുള്ള ഒരു നടപടിയാണല്ലോ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഗുഡ് മോർണിംഗ് മോത്തി. ഇന്ന് ഈ കർഷക മാർച്ച് പഞ്ചാബ് ഹരിയാന അതിർത്തിയിൽ നിന്ന് ഡൽഹിയിലേക്ക് പുനരാരംഭിക്കുമെന്ന് കർഷക സംഘടനകൾ നേരത്തെ അറിയിച്ചിരുന്നു. നേരത്തെ 2 തവണ നിർത്തിവെച്ച മാർച്ചാണ് ഇന്ന് വീണ്ടും പുനരാരംഭിക്കുവാൻ വേണ്ടി കർഷക സംഘടനകൾ തീരുമാനിച്ചിരുന്നത്. ഈ മാർച്ച് ശംഭുവിൽ നിന്ന് ഹരിയാന വഴി ഡൽഹിയിലേക്ക് പ്രയാണം ആരംഭിക്കുമെന്നാണ് കർഷക സംഘടനകൾ അറിയിച്ചിട്ടുള്ളത്. ഇത് തടയുന്നതിനുള്ള കർശന നടപടികളാണ് ഇപ്പോൾ ഹരിയാന സർക്കാരും ഹരിയാന പോലീസും ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി വലിയ തോതിൽ നിയന്ത്രണങ്ങൾ ഈ ശംഭുവിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള ദേശീയപാതയിൽ അങ്ങോളം ഇങ്ങോളം ഏർപ്പെടുത്തുവാൻ വേണ്ടി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അംബാല വഴിയാണ് ഈ മാർച്ച് ഡൽഹിയിലേക്ക് വരുന്നത്. അതിന്റെ അംബാലയിൽ ഈ മാർച്ചിന് തടയുന്നതിന്റെ ഭാഗമായി ഇന്റർനെറ്റ് സേവനങ്ങൾ ഇന്നു മുതൽ റദ്ദാക്കിയിരിക്കുന്നത്. അടുത്ത ചൊവ്വാഴ്ച വരെ ആണ് ഈ റദ്ദാക്കൽ നടപടി നിലനിൽക്കുന്നതെന്നും ഹരിയാന പോലീസ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഒരു കാരണവശാലും ഈ കർഷകരുടെ ഡൽഹി മാർച്ച് ഡൽഹിയിലേക്ക് എത്തുവാൻ വേണ്ടി അനുവദിക്കില്ല എന്നാണ് ഇപ്പോൾ ഹരിയാന സർക്കാർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. മോത്തി.